മദ്രസ സമയം മാറ്റിക്കോട്ടെ എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിക്ക് മറുപടിയുമായി സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മന്ത്രിയുടെ ശൈലി ശരിയല്ലായിരുന്നു, മാന്യമായി മറുപടി പറയണം. സർക്കാരിന് വാശി പാടില്ല, മദ്രസ സമയം മാറ്റാൻ പറ്റില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്തയും ജിഫ്രി തങ്ങളും കടുപ്പിച്ചപ്പോൾ സ്കൂൾ സമയമാറ്റ നിലപാടിൽ അയഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി. ചർച്ചയ്ക്ക് തയ്യാറെന്നും സമസ്ത സമയം പറഞ്ഞാൽ മതിയെന്നും വി ശിവൻകുട്ടി. സമയമാറ്റത്തിൽ താൻ പറഞ്ഞത് കോടതിയുടെ നിലപാടാണെന്ന് മന്ത്രി. 260 പേരുടെ ജീവനെടുത്ത അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ കാരണം എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന 2 സ്വിച്ചുകളും ഓഫായതെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ഇന്ധന സ്വിച്ച് ഓണാക്കിയെങ്കിലും എഞ്ചിൻ പ്രവർത്തിക്കും മുൻപ് തകർന്നു. വിമാനം പറത്തിയിരുന്നത് കോ പൈലറ്റ്, പക്ഷി ഇടിച്ചിട്ടില്ലെന്നും കണ്ടെത്തൽ. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് തന്ത്രമൊരുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ. ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. പുത്തരിക്കണ്ടം മൈതാനത്ത് പൊതുസമ്മേളനം. ബി.ജെ.പി. സംസ്ഥാന ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം. പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സന്ദർശനവും യോഗവും നിർണായകം. ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിന് പിന്നാലെ ഫേസ്ബുക്കിൽ കൊമ്പുകോർത്ത് സന്ദീപ് വാര്യരും പത്മജ വേണുഗോപാലും. പത്മജ പട്ടികയിൽ ഉണ്ടാകുമെന്ന് കരുതിയെന്ന് സന്ദീപ്. സംസ്ഥാന സർക്കാരിനെതിരായ സമരത്തിൽ പങ്കെടുത്ത് ജലപീരങ്കിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളമെങ്കിലും ഏറ്റിട്ടുണ്ടോ എന്ന് പരിഹാസം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സന്ദീപിനെ കോൺഗ്രസ് നേതാക്കൾ കറിവേപ്പിലയാക്കുമെന്ന് പത്മജ. ശശി തരൂർ എന്ത് പറഞ്ഞാലും പ്രതികരിക്കേണ്ടെന്ന് കോൺഗ്രസ്. വിവാദങ്ങളോട് അകലം പാലിക്കണമെന്ന് വക്താക്കൾക്ക് കർശന നിർദ്ദേശം. പാർട്ടി നിലപാട് പറയേണ്ട സമയത്ത് പറയുമെന്നും കോൺഗ്രസ്. കരുതലോടെയുള്ള കോൺഗ്രസിന്റെ നീക്കം അടിയന്തരാവസ്ഥയെ തരൂർ വിമർശിച്ചതിനും മോദിയെ പുകഴ്ത്തൽ തുടരുന്നതിനും ഇടയിൽ. ചേറ്റൂർ ശങ്കരൻ നായരെ ചൊല്ലി വീണ്ടും വിവാദം. ചേറ്റൂരിനെ മറന്നവരാണ് കോൺഗ്രസുകാരെന്ന് ബി.ജെ.പി. സ്വന്തം പാർട്ടിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇല്ലാത്തതിനാലാണ് മറ്റ് നേതാക്കളെ സ്വന്തമാക്കാൻ ബി.ജെ.പി. ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ്. വീണ്ടും വിവാദം. ചേറ്റൂർ അനുസ്മരണ ചടങ്ങിന് പിന്നാലെ. CPM നടപടിയെടുത്ത് തരം താഴ്ത്തിയ മുൻ MLA P.K. ശശിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് V.K. ശ്രീകണ്ഠൻ MP. കുഞ്ഞാലിക്കുട്ടിയെ വേദിയിലിരുത്തി ശ്രീകണ്ഠന്റെ പ്രസംഗം. അലനല്ലൂരിലെ ഗവൺമെന്റ് ഡിസ്പെൻസറി ഉദ്ഘാടന ചടങ്ങിൽ. ശശിയുടെ മറുപടിയിൽ മണ്ണാർക്കാട്ടെ CPM നേതാക്കൾക്ക് ഒളിയമ്പ്. മാലിന്യ കൂമ്പാരത്തിൽ കിടക്കുന്നവർ മറ്റൊരാളുടെ വസ്ത്രത്തിലെ കറുത്ത പുള്ളി ചൂണ്ടിക്കാണിക്കുന്നത് മ്ലേച്ഛമെന്ന് P.K. ശശി. പാലക്കാട് കാർ പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ 2 കുട്ടികളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. മൂന്നാമത്തെ കുട്ടി അപകടനില തരണം ചെയ്തു. കുട്ടികളുടെ അമ്മ എൽസിക്ക് 85% പൊള്ളൽ. 4 പേരും ചികിത്സയിലുള്ള എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ. കേരള സർവകലാശാല രജിസ്ട്രാറായി മിനി കാപ്പൻ തുടരും. ഡോക്ടർ KS അനിൽകുമാറിന് പകരം രജിസ്ട്രാറായി തുടരാൻ ഡോക്ടർ മിനിക്ക് VC ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ നിർദ്ദേശം. അംഗീകരിക്കില്ലെന്ന് അനിൽകുമാർ. പിന്തുണ നൽകി സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങൾ. പുതുക്കിയ കീം റാങ്ക് പട്ടികയിൽ നിന്ന് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് നടപടി തുടങ്ങി. 16-ാം തീയതി രാവിലെ 11 വരെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. ആദ്യ അലോട്ട്മെന്റ് പട്ടിക 18-ന്. കീമിൽ സർക്കാരിന് തെറ്റുപറ്റിയിട്ടില്ലെന്ന് മന്ത്രി R. ബിന്ദു. പ്രതിസന്ധിക്ക് കാരണം സർക്കാരെന്ന പ്രചാരണം തെറ്റാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. അന്വേഷണത്തോട് പ്രതികൾ സഹകരിക്കുന്നില്ലെന്ന് അന്വേഷണ സംഘം. പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യാൻ തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. എഡിസൺ ബാബുവും മറ്റു പ്രതികളും റിമാൻഡിൽ. വാളയാറിൽ 2 ലക്ഷം രൂപയുടെ MDMA പിടികൂടി. ചെക്ക് പോസ്റ്റിലെ പരിശോധനയിൽ ബസ് യാത്രക്കാരനായ തൃശൂർ സ്വദേശി ദിഷാന്ത് പിടിയിൽ. പിടിച്ചെടുത്തത് 100 ഗ്രാം MDMA. ഷാർജയിൽ മലയാളി യുവതിയെയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുന്നു. വിപഞ്ചിക ജീവനൊടുക്കില്ലെന്ന് ആവർത്തിച്ച് ബന്ധുക്കൾ. ഭർത്താവ് നിതീഷിനും കുടുംബത്തിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ.